സംവിധായകൻ രണ്ട് ഉദ്ദേശം, ഒന്നെങ്കിൽ നായകനൊരു ഉന്മാദാവസ്ഥയിലായി, അല്ലെങ്കിൽ വേറൊരു ഉദ്ദേശം, ഒരു സൂപ്പർ നാച്ചുറൽ പവർ. ഇത് രണ്ട് ഉദ്ദേശമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് സിനിമ കാണുന്നവർക്ക് തീരുമാനിക്കാം. അങ്ങനെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് കാണിച്ചെങ്കിലും അത് സെക്കൻഡ് ഹാഫിൽ വളരെ നല്ല രീതിക്ക് റിക്കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആ ഫൈറ്റ് സീൻ, ലാസ്റ്റിൽ വരുന്ന ആ ഫൈറ്റ് സീനാണ് ഈ പടത്തിൻ്റെ ഒരു പേര് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ഒരു ഉന്മാദം പിടിപെട്ടതുപോലെ ആ കേസ് എങ്ങനെ തെളിയിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ചെയ്യുന്നൊരു ഫൈറ്റാണത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മാനസിക വിഭ്രാന്തി കാണിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് കുഞ്ചാക്കോവൻ്റെ ഒരു നല്ലൊരു അഭിനയ ശൈലിയാണ് കാണിച്ചത്. വരുമ്പോൾ പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ ഒരു റോൾ ചേഞ്ചൊക്കെ വരുന്നത് ആ സിനിമ ഉന്മാദം എന്നാണ് സിനിമയ്ക്ക് വരുന്നത്. ഉന്മാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സൈക്കോളജിക്കലി നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു രീതിയിലേക്കൊക്കെ കഥ പോകുന്നുണ്ട്. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ, അതുപോലെ തന്നെ പോലീസുകാരുടെ സ്റ്റോറികൾ ഷായി കബീറോളം നന്നായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ആരും പറയുന്നില്ല. ആ റൈറ്റിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ശക്തി. ഒരേ സമയം ഒരു സൈക്കോ ത്രില്ലറും അതുപോലെ തന്നെ ഈ ഒരു ക്രൈം ത്രില്ലറുമായിട്ട് സിനിമ പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. അത് ലിജോമോൾ, കുഞ്ചാക്കോവൻ, ആ ഒരു കുട്ടികൾ, അവരുടെ ഫാമിലി ശരിക്കും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലേക്ക് വരുന്ന രീതിയിലാണ്. ഒരു കുറച്ച് ഇമോഷണലാണ്. നമുക്കിപ്പോൾ കളർഫുൾ എൻ്റർടൈനർ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ത്രില്ലർ, പോലീസ് സ്റ്റോറികൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. എടുത്തു പറയേണ്ടത് കുഞ്ചാക്കോൻ്റെ ഗംഭീരമായ പെർഫോമൻസാണ്. നമുക്ക് ആ റോളിൽ വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അടുത്തടുത്ത എല്ലാ സിനിമയിലും ചാക്കോച്ചൻ ഇങ്ങനെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷായി കബീറിൻ്റെ റൈറ്റിങ്ങിൽ വീണ്ടും ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതിൽ വേറെ രീതിയിലുള്ള ഒരു ചലഞ്ചാണ് കുഞ്ചാക്കോൻ്റെ ക്യാരക്ടർ. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മികച്ചൊരു ത്രില്ലർ അനുഭവമായിട്ട് തന്നെ സിനിമ മാറിയിട്ടുണ്ട്. ഓരോ സീനുകളും വളരെ കണക്റ്റഡായിട്ട് തന്നെയാണ് നമ്മളെ ത്രില്ലടിപ്പിച്ച് തന്നെ കൊണ്ടുപോകും. ഒരു ലാഗോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കുഞ്ചാക്കോവന്റെ മികച്ച ചിത്രങ്ങളിലൊന്ന് തന്നെയാണ് ലിജോ ജോസ്. എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രം ഷായി കപൂറിന്റെ രചനയിലും സംവിധാനത്തിലും ഉണ്ടായ ഒരു ചിത്രം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ രചനയിൽ കിരൺ ദാസ് എന്ന സംവിധായകൻ വന്നപ്പോൾ ആ ഒരു ത്രില്ലിങ് തന്നെ ഇതിലുണ്ടായി. മലയാളികൾക്ക് നല്ലൊരു ത്രില്ലർ ചിത്രം തന്നെ സമ്മാനിച്ചു. ഉണ്ട് എങ്കിലും ഒരു മനഃശാസ്ത്രപരമായ ഒരു ഇതാണ്, ഒരു മിസ്റ്റെല്ലാം കൂടി തന്നേക്കാം.